പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ട് ബ്രേക്കിംഗ്. സൈബർ തട്ടിപ്പിൽ കോഴിക്കോട് സ്വദേശിക്ക് ബാങ്ക് അക്കൗണ്ടിലെ 4.5 ലക്ഷം രൂപ നഷ്ടമായി. ഇൻഡസിൻഡ് ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടമായത്. 1.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ട സമയത്ത് ബാങ്കിനെ അറിയിച്ചു. പക്ഷെ തട്ടിപ്പ് തടയാൻ ബാങ്കിന് കഴിഞ്ഞില്ല. അതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. തട്ടിപ്പുകൾ ഉണ്ടാവുന്നുണ്ട്, ആ വാർത്തകൾ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. പക്ഷേ തട്ടിപ്പ് നടന്ന കാര്യം 1.5 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് ശേഷവും ആ വിവരം ബാങ്കിനെ ധരിപ്പിച്ചതിന് ശേഷവും പിന്നീട് തട്ടിപ്പ് തടയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. ബാങ്ക് മാനേജറുടെ മുന്നിൽ വെച്ച് 3 ലക്ഷം രൂപ കൂടി നഷ്ടമായി. ബാങ്ക് മാനേജർ ഇരിക്കവേ പരാതി നൽകിയിട്ടും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നാണ് കരിക്കാംകുളം സ്വദേശി മനീഷ് പറയുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം. ദിവസങ്ങൾക്ക് മുൻപാണ് മനീഷിന്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു സന്ദേശം എത്തിയത്. അത് തൻ്റെ ഇൻഡസിൻഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിന് പിന്നാലെ ഈ അക്കൗണ്ടിൽ നിന്ന് ഏതാണ്ട് 1.5 ലക്ഷം രൂപ നഷ്ടമായി. ഉടൻ തന്നെ മനീഷ് തൊട്ടടുത്തുള്ള ഇൻഡസിൻഡിന്റെ ബാങ്കിലേക്ക് എത്തി. അവിടെ ബാങ്ക് മാനേജറുടെ മുന്നിൽ വെച്ചും പണം നഷ്ടമായി എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഏതാണ്ട് 7 മിനിറ്റ് കൊണ്ട് ലക്ഷങ്ങളാണ് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായത്. ബാങ്ക് അധികൃതർക്ക് ഒന്നും ചെയ്യാനായി കഴിഞ്ഞില്ല. എന്താണ് സംഭവിച്ചത് എന്ന് മനീഷ് തന്നെ നമ്മളോട് പറയും. അന്ന് എന്താണ് ഉണ്ടായത്? കഴിഞ്ഞ സെപ്റ്റംബർ 2-ാം തീയതി എൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു, ഞാൻ പുതിയൊരു ബെനിഫിഷ്യറി ആഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ ഒരു ബെനിഫിഷ്യറി ആഡ് ചെയ്തില്ല. അപ്പോൾ അതിന് താഴെ കണ്ട കോൾ സെൻറ്ററിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കണക്റ്റ് ആയില്ല, എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ നേരെ അടുത്ത എൻ്റെ റിലേഷൻഷിപ്പ് മാനേജറുണ്ട്, ആ റിലേഷൻഷിപ്പ് മാനേജറെ വിളിച്ചിട്ട് ഇങ്ങനെ ഡെബിറ്റ് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു. ഡെബിറ്റ് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ഡെബിറ്റ് കാർഡ് ഞാൻ പറഞ്ഞു ഡെബിറ്റ് കാർഡല്ല, എനിക്ക് ഡെബിറ്റ് ഫ്രീസാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഡെബിറ്റ് ഫ്രീസ് പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു 1.5 ലക്ഷം രൂപ ഇൻഡസൻഡ് ബാങ്കിൻ്റെ തന്നെ ഒരു വെസ്റ്റ് ബംഗാളിലുള്ള ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന് പറഞ്ഞു. സോ ഞാൻ അപ്പോൾ തന്നെ ഇവിടെ വന്നു, തൊട്ടടുത്ത് നിയറസ്റ്റ് ബ്രാഞ്ച് കാരപ്പറമ്പ് വന്നു. ഈ ബ്രാഞ്ചിൽ വന്നിട്ട് മാനേജറുടെ മുന്നിലിരിക്കുമ്പോൾ അഗൈൻ ഒരു 79,500, പിന്നെ ഒരു 49,500, ഇതെല്ലാം ഇവരുടെ മുന്നിൽ ക്യാബിനിൽ ഞാൻ വിത്ത് എൻ്റെ ചെക്ക് ബുക്ക്, ATM കാർഡ് എല്ലാം എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ അക്കൗണ്ട് ഒന്ന് ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിൽ 1 ലക്ഷം എൻ്റെ FD ബ്രേക്ക് ചെയ്തിട്ട് SBയിലേക്ക് ഇട്ടിട്ട് ആ SB എന്നുള്ള അതും ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ നിസ്സഹായരാണ്. അവർക്ക് സിസ്റ്റത്തിൽ ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ഞാൻ റിട്ടേൺ ആയിട്ട് ഇവിടെ ഒരു പരാതി കൊടുത്തു. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു സൈബർ ക്രൈമാണ്, നിങ്ങൾ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഞാൻ സൈബർ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. സൈബർ പോലീസ് അന്വേഷിച്ചത് ഈ പൈസ എങ്ങനെ റൂട്ട് ചെയ്തു, അത് ഏതോ വെസ്റ്റ് ബംഗാളിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള ഏതോ ATMൽ നിന്ന് വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞു. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഈ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവരെന്തെങ്കിലും മറുപടി തരുന്നുണ്ട്? ബാങ്ക് അധികൃതർ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടായിരിക്കുന്നത്. അവർ ഇതിനകത്തൊന്നും ബോധേഡല്ല, അവർക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ലാത്ത പോലെ അവരിയ്ക്കുന്നത്. ഒരു മെയിലിന് റിവേർട്ട് തരാനുള്ള ഒരു ബേസിക് ഒരു മര്യാദ പോലും കാണിക്കാത്തൊരു ബാങ്കിനെ എങ്ങനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളുടെ കൺഫ്യൂഷനിൽ വരുന്ന മെയിൻ ക്വസ്റ്റ്യൻ. ഏതായാലും നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകുമ്പോൾ ആദ്യം എത്തുക ബാങ്കിലേക്കാണ്. പക്ഷേ ആ ബാങ്ക് അധികൃതരുടെ മുന്നിൽ വെച്ച് പോലും പണം നഷ്ടമായി എന്നുള്ളതാണ് മനീഷിന് നേരിടേണ്ടി വന്ന ദുരവസ്ഥ. ഏതായാലും നമ്മൾ ബാങ്ക് അധികൃതരുമായി സംസാരിച്ചിരുന്നു, പക്ഷേ അവർക്കും കൃത്യമായ ഒരു മറുപടി ഉണ്ടായിട്ടില്ല, അവർക്കൊരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. പോലീസും അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്. അതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇൻഡസിൻ്റെ ബാങ്കാണ്. ബാങ്കിൻ്റെ മാനേജർക്ക് അയാളുടെ കൺമുന്നിലിരുന്ന് പണം നഷ്ടമാകുന്നത് കണ്ടിട്ടും അതിനകത്ത് ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതിലാണ് നമുക്ക് ആശങ്ക ഉണ്ടാകുന്നത്. എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് പ്രത്യേകം ആലോചിക്കുക, അതിനുള്ള സംവിധാനം ബാങ്കും കണ്ടെത്തുക. കാര്യം കസ്റ്റമേഴ്സ് വന്നിങ്ങനെ പരാതി പറയുന്ന സമയത്ത് കൺമുന്നിൽ വെച്ച് പൈസ ഇങ്ങനെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെന്താണ് അവസ്ഥ, അല്ലേ?